ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഗുപ്തകാശിയിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് തന്നെ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, മറ്റൊരു ആകാശ അപകടം, ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മനു, തീർച്ചയായും അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ രാജ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ മറ്റൊരു ആകാശ ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ തകർന്നു വീണിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കേദാർനാഥിലേക്ക് പോയിട്ടുള്ള തീർത്ഥാടകരുമായി പോയിട്ടുള്ള വിമാനമാണ് തകർന്നിരിക്കുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിൽ വിമാനത്തിൻ്റെ ഒരു പാത തെന്നിമാറുകയും പിന്നീട് അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ പുറത്ത് പങ്കുവെക്കുന്നത്. ഈ ഹെലികോപ്റ്ററിൽ 7 തീർത്ഥാടകർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 8 പേരുണ്ടാകാം. കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൂടി അടക്കം 8 പേരുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. എന്തായാലും നിലവിൽ 7 പേർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ പറന്നുയരുന്നതിന് ശേഷം ഗൗരികുണ്ടിലെ വനാന്തരങ്ങളിലാണ് പതിച്ചിരിക്കുന്നത്. പുലർച്ചെ ഏകദേശം 6 മണിയോടെ കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. ഈ വളരെ ഗൂഢമായിട്ടുള്ള ഒരു വനമേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദേശീയ ദുരന്ത നിവാരണ സേനയും അതോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഒരു സംഘങ്ങളെ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്ര പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. എന്തായാലും ഗുപ്തകാശിയിൽ നിന്നും കേദാർനാഥിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിരന്തരമായിട്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ഹെലികോപ്റ്റർ സർവീസുകളുണ്ട്. ഇതിൽപ്പെട്ട ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ IG-യും നൽകിയിരിക്കുകയാണ്. ശരി, ഏതായാലും മറ്റൊരു വിമാനാപകടത്തിന്റെ വാർത്ത കൂടി എത്തുകയാണ്. ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.